അങ്ങനെ പാട്ട് എപ്പോഴും കൂടെ പഠിക്കുന്നുണ്ട്, പ്രോഗ്രാംസിന് പോകുന്നുണ്ട്, റെക്കോർഡിങ്സ് എല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളില് ഞാൻ കരിയർ ഉപയോഗിച്ച് ഞാൻ എന്റെ മനസ്സിൽ വന്നിട്ടില്ല കരിയർ ആണ് ഇത് എന്നുള്ളത്. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് മാധവന്റെ ഒരു സിനിമയായിരുന്നു, പക്ഷെ ആ അതെ പാട്ട് അതെ അതെ നോസ്റ്റാൾജിയ ആണ്. അദ്ദേഹമാണ്, ഞാൻ അതും കൂടി പറയാതെ പോകാൻ പറ്റില്ല. അതാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ സിനിമയിലേക്ക് മുത്തശ്ശൻ അങ്ങനെ എന്റെ പേര് പറഞ്ഞിട്ടേ ഇല്ല, അതാണ് സത്യം. പക്ഷെ അങ്ങനെ ഒരു വളരെ കമേഴ്ഷ്യൽ ഭയങ്കര ഹിറ്റായിട്ട് എന്റെ പ്ലേ ബാക്ക് സിംഗിങ് കരിയറിൽ വന്ന ഒരു സിനിമ ഏറ്റവും കൂടുതൽ ഹിറ്റായത് മാളികപ്പുറാണ്. ആ ഒരു സമയത്ത് ഈ പാട്ട് ഫുൾ ടൈം കരിയർ എടുക്കാൻ എനിക്കൊരു ടെൻഷൻ അല്ല, ഒരു എന്നുവെച്ചാൽ നമുക്കൊരു ഫിനാൻഷ്യൽ നമുക്കൊരു സെക്യൂരിറ്റി എന്നുള്ളൊരു ഒരു. വെൽക്കം ടു മധുരഗീതം എക്സ്ക്ലൂസീവ് ചാറ്റ്. ഇന്ന് നമ്മുടെ കൂടെ കൂടുന്നത് വളരെ മധുരമുള്ള ശബ്ദത്തിന് ഉടമയായ പ്ലേ ബാക്ക് സിംഗർ അപർണ രാജീവാണ്. കവിതകളും പാട്ടുകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും, എല്ലാ മലയാളികൾക്കും വളരെ സുപരിചിതമായ ഒരു പേരാണ് ശ്രീ ONV കുറുപ്പ്. അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ കൂടിയാണ് അപർണ. സോ അപർണ, വെൽക്കം ടു മധുരഗീതം. താങ്ക് യു മേഘ. എന്തൊക്കെയാണ് പുതിയ വിശേഷം? എനിക്ക് തോന്നുന്നു ഞാനിപ്പോ അപർണയെ കണ്ടിട്ട് ഒരു 20 വർഷത്തോളമായി, പക്ഷേ അപർണയ്ക്ക് ഒരു മാറ്റം അതെ, തന്നെയാണ് ഇരിക്കുന്നത്. മേക്കിംഗ് ഒരു മാറ്റമില്ല. അതന്നെ ഞാനും വിചാരിച്ചത്. ആക്ച്വലി നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ അല്ലെ കണ്ട അതെ, ആ ഒരു വർഷം കഴിഞ്ഞിട്ട് സ്കൂൾ ഡേയ്സിലേക്ക് തിരിച്ചു പോയി. അതെ, തിരിച്ചുപോയി. ഒത്തിരി വർഷത്തിന് മുമ്പ് ഒരു മാറ്റവും ഇല്ല. പാട്ടുകൾ ഇങ്ങനെ പാടി തകർക്കുന്നുണ്ട്, കവർ സോങ്ങുകളും ഒക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ എവിടെ നോക്കിയാലും ഇപ്പൊ അപർണനെ കാണാൻ അയ്യോ. സാധിക്കും. പിന്നെ ഞാൻ വിചാരിക്കാറുണ്ട്, അപർണ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അപർണയുടെ ഗ്രാൻഡ് ഫാദർ ലിറിസിസ്റ്റും പോയറ്റാണ്, ഫാദർ ആണെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസറാണ്. അപ്പം അപർണയ്ക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുമല്ലോ, ഡോക്ടേഴ്സിന്റെ മക്കള് ഡോക്ടേഴ്സ് ആവുമില്ലേ, അങ്ങനെ പറയുന്ന പോലെ അപർണ എന്തായാലും ആ പാട്ടിന്റെ ഒരു വഴിയിലോട്ട് വരും. പക്ഷെ ഹൗ ഈസി വാസ് ഇറ്റ് ഫോർ യു ഒരു ഫസ്റ്റ് മൂവിയിലോട്ട് അല്ല, പക്ഷെ കയറാൻ? മേക്കപ്പ് ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ മുത്തശ്ശൻ തീർച്ചയായിട്ടും എല്ലാ മലയാളികൾ എവിടെയുണ്ടോ അവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് മുത്തശ്ശന്റെ. പക്ഷെ അച്ഛൻ മ്യൂസിക് കമ്പോസർ ബൈ പാഷൻ ആണ്. അച്ഛൻ റെയിൽവേസിലാണ് വർക്ക് ചെയ്തിരുന്നത്, റിട്ടയർ ചെയ്തതൊക്കെ റെയിൽവേസിൽ നിന്നാണ്. അച്ഛൻ അല്ലാതെ പാട്ടുകളും കവിതകളൊക്കെ മ്യൂസിക് ചെയ്യും, പാടും. അപ്പൊ അങ്ങനെ വീട്ടിൽ എപ്പോഴും പാട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടില്. പക്ഷെ യൂത്ത് ഫെസ്റ്റിവൽസിലെല്ലാം ഞാൻ പോയിരുന്നു. കുട്ടിയായിരുന്നപ്പോഴൊക്കെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസിലെല്ലാം വളരെ സജീവമായിരുന്നു. പക്ഷെ ഞാനൊരു കരിയർ ആയിട്ട് പാട്ട് ആക്ച്വലി അപ്പോഴൊന്നും ആലോചിച്ചിട്ടില്ല, അതാണ് സത്യം. ഞാന് കുറച്ച് സമയം എടുത്തു എനിക്ക്. ഞാൻ പഠിച്ചത് കോളേജിലൊന്നും പാട്ടല്ല പഠിച്ചത്, അല്ലാതെ ബികോമും MBA അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പാട്ടല്ലാതെ തന്നെ ഞാൻ ടീച്ചറുടെ അടുത്ത്, സാറിന്റെ അടുത്തൊക്കെ, ഓമനക്കുട്ടി ടീച്ചറുടെ അടുത്തും, ആലപ്പുഴ ശ്രീകുമാർ സാറ്, ബിന്നി ചേച്ചി, ജയറാം സാർ, വർക്കല ജയറാം സാറിന്റെ അടുത്താണ് ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ പാട്ട് എപ്പോഴും കൂടെ പഠിക്കുന്നുണ്ട്, പ്രോഗ്രാംസിന് പോകുന്നുണ്ട്, റെക്കോർഡിങ്സ് എല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളില് ഞാൻ കരിയർ ഉപയോഗിച്ച് ഞാൻ എന്റെ മനസ്സിൽ വന്നിട്ടില്ല കരിയർ ആണ് ഇത് എന്നുള്ളത്. ഞാനൊരു ഹോബി, ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതേപോലെ എൻട്രി അങ്ങനെ ഈസി ആണോ എന്ന് ചോദിച്ചാല് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ചിലപ്പോ ഈ ഫീൽഡില് ഒരു ബന്ധമില്ലാത്ത ഒരാളിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചിലപ്പോ കുറച്ചും കൂടി ഈസി ആയിരിക്കാം. പക്ഷെ ഞാൻ വോയിസ് ടെസ്റ്റും എല്ലാം ആ ഒരു പ്രോസസ്സിൽ കൂടി തന്നെയാണ് ഫീൽഡിലേക്ക് വന്നത്. വോയിസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോ വിദ്യാസാഗർ സാർ ആയിരുന്നു ആദ്യത്തെ മ്യൂസിക്. എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ടാണ് എന്നുള്ളൊരു സിനിമയിലായിരുന്നു. മീഡിയം വോയിസ് എന്നുള്ള സിനിമയിൽ. അതെ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് മാധവന്റെ ഒരു സിനിമയായിരുന്നു, പക്ഷെ ആ അതെ പാട്ട് അതെ അതെ നോസ്റ്റാൾജിയ ഉണർത്തുന്നു. പാട്ട് ഭയങ്കര നൊസ്റ്റാൾജിക്. അതെ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള, ഇപ്പോഴും കുറെ പേർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണെന്ന് പറയുമ്പോൾ നമുക്ക് അത് വലിയ സന്തോഷം. അപ്പൊ അതിന്റെ അപ്പൊ ഒരു രണ്ട് കൂടി പാടണം കേട്ടോ ആദ്യം എന്തായാലും. തീർച്ചയായിട്ടും. അപ്പൊ ഇത് രാജീവ് അഞ്ചൽ അങ്കിൾ, ഇതിന്റെ ഡയറക്ടർ അദ്ദേഹമാണ്. ഞാൻ അതും കൂടി പറയാതെ പോകാൻ പറ്റില്ല, അതാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ സിനിമയിലേക്ക് മുത്തശ്ശൻ അങ്ങനെ എന്റെ പേര് പറഞ്ഞിട്ടേ ഇല്ല, അതാണ് സത്യം. മുത്തശ്ശൻ അങ്ങനെ എന്റെ പേര് അങ്ങനെ മുത്തശ്ശന്റെ നിലയിലുള്ള ഒരാൾ അങ്ങനെ പറയുന്നതും ഒരു ഇതല്ലല്ലോ. അപ്പൊ അദ്ദേഹമാണ് രാജീവ് അഞ്ചൽ അങ്കിൾ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണ്. അപ്പൊ അങ്കിൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മുത്തശ്ശൻ എഴുതുന്ന സിനിമയാണ്, വിദ്യാസാഗർ സാറാണ് സംഗീതം, അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം, വോയിസ് ടെസ്റ്റ് ആണ്, ഒരു പ്രതീക്ഷ ഒരുപാടൊന്നും വെക്കണ്ട, സാറിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ പോയി. അപ്പൊ ഞാൻ 12th പഠിക്കുകയാണ്, 12th ബോർഡ് എക്സാം ആണ്. അപ്പൊ ആ സമയത്താണ് ഇതേപോലെ പോയതും ഭാഗ്യം കൊണ്ട് ഇതിന് ഇഷ്ടമായി, അങ്ങനെ ആ പാട്ട് സംഭവിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ മേക്കഡ് ആ ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിലേക്ക് പോയത്. ചിലപ്പോ അങ്ങനെ ഇപ്പൊ ആ രാജീവ് അഞ്ചൽ അങ്കിൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയി, അപ്പൊ അതുകൊണ്ട് തന്നെ എൻട്രി ശരിയാണ്, കുറച്ചും കൂടി നമുക്കൊരാളുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് നിലനിൽക്കണമെങ്കിൽ
നമുക്ക് ആരുണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് ആ ഒരു സെൽഫ് പ്രൊമോഷൻ ഇപ്പൊ ടാലന്റ് എന്തായാലും വേണം. ആ ഒത്തിരി ടാലന്റ് കോമ്പറ്റീഷൻ വേണം. ഉള്ള പിന്നെ ഫീൽഡാണ്. കുറെ അതെ നമ്മള് സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യണം. കോൺടാക്ട്സ് ഉള്ളത് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അത് എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ അത് എനിക്ക് തോന്നുന്നു ഈ എന്താ പറയാ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഇതിലൊരു കാര്യവുമില്ല. പിന്നെ നമുക്ക് ഫസ്റ്റ് പാട്ട് കിട്ടും, പക്ഷെ അത് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനല്ലേ. അതെ 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 അപ്പൊ ആ ആ പാട്ട് ഫസ്റ്റ് എന്തായാലും പാട്ട് പാടാം. എന്തായാലും പാടണം. തീർച്ചയായിട്ടും അതെ അതെ പാടാം. ഉം. പൊന്നെല്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറിയിട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ ഇന്നിനെ എന്നിനെ 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 പോകും നാം എന്റെ നെഞ്ചിൽ കുറുകുന്ന പൊൻപ്രാവേ പൊന്നെല്ലിൻ കതിരോല തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലും കാണാൻ. ഇങ്ങനെയാണ് ആ പാട്ട്. ഭയങ്കര അതെ. താങ്ക് യു. ഈ പാട്ട് ഭയങ്കര ശരിയാ എനിക്ക് ഗൃഹാതുരത്വം അല്ലെ, നൊസ്റ്റാൾജിയാണ് ആ ഭയങ്കര ആ പാട്ടിന്. നൊസ്റ്റാൾജിയ കുറെ വർഷങ്ങൾക്ക് അങ്ങനെയാണല്ലോ. മുമ്പ് കേൾക്കുന്നത്. ഇപ്പോഴും ഇടയ്ക്ക് ഞങ്ങൾ റേഡിയോയിലൂടെയൊക്കെ കേൾക്കുന്ന ഒരു പാട്ടാണ്. സോ അതായിരുന്നു അപർണയുടെ ഓക്കെ. ഫസ്റ്റ് സോങ്. പിന്നെ അതെ അതെ എനിക്ക് അതെ. തോന്നുന്നു ഒരു ബ്രേക്ക് എടുത്തായിരുന്നു കുറച്ച് നാളത്തേക്ക്. അതിനുശേഷം ഞാൻ വീണ്ടും സജീവമായി. ഞാന് ബ്രേക്ക് എന്ന് വെച്ചാല് ഞാന് ഒരു 2010 വരെ ഞാൻ ഏകദേശം ഒരു 2005 ഈ സിനിമ ഇറങ്ങുന്നത്, എന്റെ ഫസ്റ്റ് പാട്ട് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞൊരു 2010 വരെ, അതായത് എന്റെ കല്യാണത്തിന്റെ സമയം വരെ എല്ലാ വർഷവും ഒന്നോ രണ്ടോ സിനിമയിൽ വെച്ച് ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഡൽഹിയിലേക്കാണ്, എന്റെ ഹസ്ബൻഡിന്റെ പേര് സിദ്ധാർത്ഥ് ഡൽഹിയിലേക്കാണ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തത്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു 2 വർഷത്തോളം നമ്മളിപ്പോ എപ്പോ വേണമെങ്കിലും റെക്കോർഡിങ്ങിന് വിളിച്ചാൽ വരും എന്നൊക്കെ പറഞ്ഞാലും മ്യൂസിക് ഡയറക്ടേഴ്സിന് അപ്പൊ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സിംഗേഴ്സിനെയാണ് അവർ എപ്പോഴും പ്രിഫർ ചെയ്യുക. നമ്മൾ ഈ അപ്പോ പറയുന്നത് ഔട്ട് ഓഫ് അങ്ങനെ സൈറ്റ് ഇസ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറയുന്നല്ലേ ഇടയ്ക്ക്. അതെ അതെ ശരിക്കും അതെ അതെ അത്. അപ്പൊ പക്ഷെ ഇതിന്റെ ഇടയിൽ പ്രോഗ്രാംസ് എല്ലാം ഞാൻ അതിനുവേണ്ടി ഫ്രീക്വന്റ് ആയിട്ട് വരുമായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ആ ഒരു എല്ലാ വർഷവും എന്നുള്ള പോലെ ഇപ്പൊ ഒരു ചിലപ്പോ 2 വർഷത്തിൽ ഒരു പാട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും വന്നത്. ഞാൻ പാടാതിരുന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ മസ്കറ്റിലേക്കായി സിദ്ധാർത്ഥന്. അപ്പൊ അപ്പോഴൊരു 2 വർഷം പിന്നെയും ഞങ്ങൾ അവിടെ നിന്ന് മാറി. അപ്പൊ ഡൽഹിനെക്കാട്ടിലും കുറച്ചും കൂടി മസ്കറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ദൂരെ ആയല്ലോ. അപ്പോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു 2014 ആയപ്പോ തിരിച്ചു വന്നപ്പോ തൊട്ട് പിന്നെ ആക്റ്റീവായിട്ടുണ്ട്. ആക്ച്വലി അപ്പൊ തൊട്ടാണ് എന്റെ കരിയർ ഞാൻ സീരിയസ് ആയത്. അങ്ങനെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇപ്പൊ തിരിച്ചു വന്നതിന് ശേഷം വന്ന ഏറ്റവും വലിയൊരു ഹിറ്റ് പാട്ട് തന്നെയായിരുന്നു മാളികപ്പുറത്തിലെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയത്. തിരിച്ചു വന്ന ഉടനെ അല്ല മാളികപ്പുറം സംഭവിക്കുന്നത്. 2014 വന്നിട്ട് കുറച്ച് സിനിമകൾ ഞാൻ പാടി. ഫുക്രി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സിനിമകൾ പാടിയിട്ടുണ്ട്. പക്ഷെ ഈ സിനിമകളുടെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് സിംഗേഴ്സിന്റെ പ്ലേബാക്ക് സിംഗേഴ്സിന്റെ എപ്പോഴും ഒരു ഫേറ്റ് എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യുന്നത് ആ സിനിമ ഹിറ്റ് ആണോ അല്ലേ എന്നുള്ളതിൽ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ്. അപ്പോ നമ്മളിപ്പോ ഞാൻ ആ സമയത്ത് 2000 ഈ മാളികപ്പുറം സംഭവിക്കുന്നവരെ ഞാൻ സിനിമകൾ പാടിക്കൊണ്ടിരുന്നിട്ടുണ്ട്. എല്ലാ വർഷവും ഒരു സിനിമയിലെങ്കിലും ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ വേണ്ടത്ര ഒരു നല്ല സിനിമകളാണെങ്കിലും നമുക്ക് കമേഴ്ഷ്യലി ചിലപ്പോൾ ഒരുപാട് ഹിറ്റ് ആവാതെയും പാട്ടുകൾ ഒരുപാട് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വളരെ കമേഴ്ഷ്യൽ ഭയങ്കര ഹിറ്റായിട്ട് എന്റെ പ്ലേബാക്ക് സിംഗിങ് കരിയറിൽ വന്ന ഒരു സിനിമ ഏറ്റവും കൂടുതൽ ഹിറ്റായത് മാളികപ്പുറമാണ്. അപ്പൊ അപ്പോഴാണ് ആൾക്കാർ കുറെ ആ പാട്ട് നങ്ങേലിപ്പൂവേ എന്നുള്ള പാട്ട് എനിക്ക് ശരിക്കും ഒരുപാട് പേര് എന്താ പറയാ ഭയങ്കരമായിട്ട് നമ്മളോട് സ്നേഹം കാണിക്കുകയും അങ്ങനെ ഒരുപാട് നല്ല നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു പാട്ടാണ്. അപ്പൊ അത് സന്തോഷമാണ്. ഇല്ല, മാളികപ്പുറത്തിലെ പാട്ട് എനിക്ക് അവാർഡ് കിട്ടിയില്ല. അവാർഡ് കിട്ടിയത് എനിക്ക് തുരുത്ത് എന്നുള്ള സിനിമയില് അച്ഛൻ മ്യൂസിക് ചെയ്ത ഒരു പാട്ട് ഞാൻ 2021 ജെയ്സി ഡാനിയൽ ഫൗണ്ടേഷൻ ഫിലിം അവാർഡും കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2ാമത്തെ തവണ കിട്ടുന്നതും ആ പാട്ടിനാണ്. ക്രിട്ടിക്സ് അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീത, അദ്ദേഹത്തിന്റെ ഒരു ലെജൻഡ്, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ മഞ്ജു ധനശ്രീ എന്നുള്ള പാട്ടാണ് ആദ്യമായിട്ട് അവാർഡ്സ് കിട്ടുന്നത്. പക്ഷെ മാളികപ്പുറം അവാർഡ് കിട്ടിയില്ലെങ്കിലും ഒരുപാട് എന്താ പറയാ ഒരുപാട് തിരിച്ചറിഞ്ഞു. അതെ അതെ
അങ്ങനെ ഒരു ഭാഗ്യം അപർണയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ സംഗീതം കൊടുത്ത പാട്ടാന്ന് പറഞ്ഞു. മുത്തശ്ശൻ എഴുതിയ വരികളായിരിക്കണം. അപ്പം അതെ അതെ അതുപോലെ തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാഗ്യം വളരെ ചുരുക്കം ആൾക്കാർ, എനിക്കൊന്ന് ഈ ഒരു ഫീൽഡിലുള്ള ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപർണയ്ക്ക് മാത്രമായിരിക്കും അങ്ങനത്തെ ഒരു എനിക്കറിയില്ല ഭാഗ്യം. അങ്ങനെ അതെ അപ്പൊ ആ ഒരു കോമ്പിനേഷൻ ഇപ്പൊ മുത്തശ്ശനിൽ എഴുതി അച്ഛൻ മ്യൂസിക് ചെയ്ത് പാടുക എന്നുള്ളത് ഇപ്പൊ ഒരുപാട് സിനിമകളൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. 2 സിനിമകളെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ മുത്തശ്ശനും അച്ഛനും ഞാനും കൂടി ആയിട്ടുള്ള. പക്ഷെ രണ്ടാണെങ്കിലും അങ്ങനെ ഒരു അതൊരു വളരെ അപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യമായിട്ട് വലിയൊരു എന്താ പറയാ ഒരു അനുഗ്രഹമാണ്. അപ്പൊ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. പിന്നെ അച്ഛന്റെ പാട്ട് പാടിയതിനൊരു അവാർഡ് കിട്ടുക എന്നുള്ളതും എനിക്ക് ഭയങ്കര ഒരു അഭിമാനമാണല്ലോ നമുക്കത്. അതെ അതെ, പിന്നല്ല നമ്മള് അങ്ങനെ. പല നടന്മാരും പറയാറുണ്ട് അച്ഛന്റെ കൂടെ അച്ഛന്റെ മകനായിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ മകളായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. ഇപ്പം അപർണയെ സംബന്ധിച്ച് പാട്ടുകാരി എന്ന രീതിയിൽ മുത്തച്ഛന്റെ വരികളും അച്ഛന്റെ സംഗീതവും അതെ ഒക്കെ ചേർത്ത് അതെ 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 പാടാൻ അതൊരു പറ്റിയത് അതൊരു വലിയ വലിയ ഭാഗ്യം വലിയ ശരിക്കും വലിയ ഭാഗ്യം. ശരിക്കും. പിന്നെ അപർണ ചെറുപ്പം മുതലേ പാട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയല്ലേ, 10-20 വർഷം മുമ്പ് തുടങ്ങി ഈ ഒരു മേഖലയിൽ വരികയും പാട്ട് പഠിക്കുകയും അതുകൊണ്ട് തന്നെ അപർണയ്ക്ക് ധാരാളം പ്രമുഖരുടെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യവും കിട്ടിയിട്ടില്ലേ. ഇപ്പൊ ദക്ഷിണമൂർത്തി സാറിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ അല്ലേ. അതെ 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 വേറെ കുറെ ഞാന് അതെ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇല്ല, അപ്പൊ വേറെ കുറെ ഇങ്ങനെ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സും ഒത്തിരി കമ്പോസേഴ്സിന്റെ അത് കൂടാതെ തന്നെ സിംഗേഴ്സിന്റെ ഒക്കെ കൂടെ പാടാൻ അപർണയ്ക്ക് ഒരു അവസരം കിട്ടിയിട്ടില്ലേ. അതെ തീർച്ചയായിട്ടും അതൊരു വലിയ ഭാഗ്യമാണ് എന്റെ കരിയറില്. എനിക്ക് അങ്ങനെ എന്താ പറയാ ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ദേവരാജൻ അപ്പൂപ്പൻ, അദ്ദേഹം ദേവരാജൻ മാഷ് എന്നാണ് എല്ലാവരും പറയാ. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഇതുപോലെ മാഷിനെ വിളിച്ചപ്പോ മുത്തശ്ശനായിട്ടുള്ള അത്രയും ആത്മബന്ധം ഉള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്നോട് ആഹ് എന്നെ അപ്പൂപ്പാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ ദേവരാജൻ അപ്പൂപ്പനെ വിളിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം അവസാനമായിട്ട് ഒരു ആൽബം ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു ഒരു പാട്ട് പാടാനുള്ള ഒരു വലിയ ഭാഗ്യം. അപ്പോ ഇങ്ങനെ ലൈവ് ഓർക്കസ്ട്രയാണ് ആ സമയത്തൊക്കെ പണ്ട് ഒക്കെ രീതിയിൽ ചെയ്യുമല്ലോ റെക്കോർഡിങ്, ഇങ്ങനെ അതെ അതെ ഓർക്കസ്ട്ര ലൈവായിട്ട് വായിച്ച് അപ്പൊ പാടുക ആ ഒരു രീതിയിലാണ് അന്ന് പാടിച്ചത്. അതിനകത്ത് എല്ലാ പാട്ടിലും എല്ലാവരും കൊണ്ട് അങ്ങനെ പാടിച്ചത്. അപ്പൊ അതൊക്കെ ഒരിക്കലും നമുക്ക് പിന്നെ എന്റെ ജനറേഷനിൽ ഒരാൾക്കും കിട്ടാത്തൊരു അതെ. കിട്ടുന്ന വെച്ചാൽ കിട്ടി ചിലവർ ഇപ്പൊ ആ ആൽബത്തിൽ വർക്ക് ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ലേണിംഗ് ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഭയങ്കര ഒരു ശരിക്കും ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടുകൾ നേരിട്ട് പഠിപ്പിച്ചു തന്ന് പാടാനും അദ്ദേഹത്തിന്റെ പ്രോഗ്രാംസിൽ ഗാനമേളയ്ക്കൊക്കെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് അദ്ദേഹം സ്റ്റേജിൽ ഇരിക്കുമ്പോൾ സൈഡിൽ നിന്ന് പാടാനൊക്കെയുള്ള വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അർജുനൻ മാഷിന്റെ അദ്ദേഹത്തിന്റെ നാടക ഗാനങ്ങള് KPCDയും അങ്ങനെയൊക്കെ. അപ്പൊ അതിനാണ് ഒരു പ്രാവശ്യം ആദ്യമായിട്ട് എനിക്ക് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടുന്ന അദ്ദേഹത്തിന്റെ ഒരു പാട്ടിനാണ്. പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതത്തിന്റെ അദ്ദേഹത്തിന്റെ പാട്ടിനാണ് മിഴികൾ സാക്ഷി മഞ്ജുതരശ്രീ. അത് ഇതേപോലെ കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പക്ഷെ അത് ചിലപ്പോ അത് ആരാ പാടിയെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ പേർക്ക് അറിയാം. ആ സമയത്ത് അതൊരു ആരാന്നുള്ളത് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. കാരണം അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്രയും വന്നിട്ടില്ല, ആക്റ്റീവ് അല്ലല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു അത് അതെ അതെ ആ ഒരു ഇതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ പണ്ട് അപർണയൊക്കെ തുടങ്ങിയ സമയത്ത് പാട്ട് പാടുന്ന വ്യക്തികളെ നമ്മൾ അധികം അറിയുന്നില്ല. കാരണം എല്ലാം ആ ഒരു അതെ പാട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഫ്രണ്ടിൽ വീഡിയോയിൽ കാണുന്ന ആളുകൾ. പക്ഷെ ഇപ്പം സോഷ്യൽ അതെ മീഡിയ ഒക്കെ ഒത്തിരി മുന്നോട്ട് വന്ന സ്ഥിതിക്ക് പിന്നെ അതുപോലെ തന്നെ ധാരാളം റിയാലിറ്റി ഷോസും സംഗീത പരിപാടികളും, അപ്പം ആളുകൾക്ക് ഇപ്പൊ ഒരു ഫേസ് ഓഫ് ദ സിംഗർ എന്ന് പറയുന്നത് കാണാനുള്ള അതെ അവസരം കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അതെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് പ്രൊമോഷൻ ആയിട്ട് എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കും. ഒത്തിരി കവർ സോങ്ങുകൾ പാടുന്നുണ്ട്. അപ്പൊ അതെ പാടിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കവർ സോങ് ഏതാണ്? കവർ സോങ് അല്ല അങ്ങനെ എനിക്ക് ചൂസ് ചെയ്യാൻ പാടാണ്. കാരണം എനിക്ക് എപ്പോഴും ഞാൻ കവർ സോങ്സ് എനിക്ക് വളരെ ഇഷ്ടമുള്ള എനിക്ക് എന്ന് വെച്ചാൽ നമുക്ക് പാട്ടുകൾ ഒരു സിംഗർ എന്നുള്ള രീതിയിൽ പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ പാട്ട് എനിക്ക് പാടാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ ചിത്ര ചേച്ചിയും സുജാ ചേച്ചിയൊക്കെ പാടി ഒരു നമുക്കതിനൊന്നും ഒന്നും ചെയ്യാനില്ല, ഒന്നും തൊടാനൊന്നും പറ്റാത്ത ആ രീതിയിൽ വെച്ചിട്ടുള്ള പാട്ടുകളാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് നമുക്ക് ഇങ്ങനെ പാടണം എന്ന് തോന്നുന്ന ചില പാട്ടുകളുണ്ടല്ലോ. അപ്പൊ അതൊക്കെയാണ് കൂടുതലും ഞാൻ കവർ സോങ്സ് എടുക്കുന്നത്. ആൾക്കാർക്ക് പോപ്പുലർ ആയിട്ടുള്ള പാട്ടിൽ തന്നെയാണ് എടുക്കുക. പക്ഷെ എന്നാലും നമുക്ക് ഇതേപോലെ പാടാൻ ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുള്ള. അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ള ഒരു പാട്ടിന്റെ രണ്ടുപേരും. ഓക്കെ അപ്പൊ അങ്ങനെ കവർ സോങ്സ് ചെയ്യുമ്പോൾ നമുക്കും ഒരു സന്തോഷം. അതിലൊരു ഓക്കെ അതിലൊരു കവർ സോങ്ങിന്റെ പാടാം. പക്ഷെ എനിക്ക് ചില കവർ സോങ്സ് ഒരുപാട് പേര് ഞാനിപ്പോ സിനിമയില് ചില പാട്ടുകൾ ഞാൻ പാടിയതിനെക്കാട്ടും കൂടുതൽ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് അപർണ രാജീവ് ONV. അപ്പൊ ആ ചാനലിൽ ഞാൻ ഇട്ടിട്ടുള്ള ചില കവർ സോങ്സിന് ഒരുപാട് നല്ല റീച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടാം അതില്.
കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ, കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി, കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. ഇത് മുത്തശ്ശന്റെ ഇതിനെ പാട്ടാണ്, ആ ഞാൻ സലിതയുടെ സംഗീതം. ഞാൻ അപ്പൊ ഈ ചോദിക്കാൻ പാട്ട് വരുമായിരുന്നു. സലിതയുടെ അവസാനത്തെ പാട്ടാണ്, അവസാനമായിട്ട് ചെയ്ത പാട്ടാണ് ഈ ഏത് തുമ്പോളി കടപ്പുറം എന്നുള്ള സിനിമയിലാണ്? സിനിമ. തുമ്പോളി കടപ്പുറം എന്നുള്ള സിനിമയില് അതെ അതെ. ഓക്കെ. അത് അപ്പൊ ദാസേട്ടനും ചിത്രചേച്ചി രണ്ടുപേരുടെയും വേർഷൻസ് ഉണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അത്. അപ്പൊ അത് ഇതേപോലെ കവർ സോങ് ചെയ്തപ്പോ ഒത്തിരി ഒരുവിധം നല്ല രീതിയിൽ നമുക്ക് നല്ല ഇത് ഒരുപാട് മുത്തശ്ശന്റെ ഒരു പേര് ഫേവറേറ്റ് സോങ് ആയിട്ട് തന്നെ അല്ലെ? മുത്തശ്ശൻ എഴുതിയതില് അപർണയ്ക്ക് അതെ അതെ പാടാൻ മുത്തശ്ശന് വളരെ ഇഷ്ടം. അതെ 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 മുത്തശ്ശന് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്, പക്ഷെ ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് തന്നെയാണ്. അതെ. ഫേവറേറ്റ്. ഞാനിപ്പോ മുത്തശ്ശന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്, നമ്മള് പലപ്പോഴും ഇപ്പം അപർണയെ സംബന്ധിച്ച് അതൊരു പ്രൗഡ് കാര്യമാണ്. ഓക്കെ, ഇന്ന ആളുടെ കൊച്ചുമകളാണ് എന്നറിയപ്പെടുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടുന്ന അവസരങ്ങളിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അതൊരു ചാലഞ്ച് ഇല്ലെങ്കിൽ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അതെ, ഇന്നൊരു പ്രത്യേക സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ശരിയാണ്. ഇങ്ങനെ ഒരു വ്യക്തിയുടെ കൊച്ചുമോളായി ജനിച്ചു. ഞാൻ പാട്ടിന്റെ ഫീൽഡിൽ തന്നെ എനിക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതും അങ്ങനെ ഒരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. വലിയൊരു അനുഗ്രഹമാണ്. അതേപോലെ തന്നെ പക്ഷെ അതിന്റെ കൂടെ വരുന്ന ഒരു ഇതാണ് ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു കാര്യം. അപ്പോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരാള് മുത്തശ്ശന്റെ ആ ഒരു പേര് കളയരുത് എന്നുള്ള, അല്ലെങ്കിൽ ആൾക്കാർ എപ്പോഴും നമ്മളെ ആ ഒരു രീതിയിൽ നോക്കുമോ. ഞാൻ വേറൊരു സാധാരണ ഇപ്പൊ ഒരു സിംഗർ ചെയ്ത പോലെ ആയിരിക്കില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു അക്ഷരം തെറ്റിച്ചു എന്ന് വെച്ചോളൂ, ഒരു പാട്ട് പാടുമ്പോ ഒരു അക്ഷരം തെറ്റിച്ചാല് ആ ഒനുകുറുപ്പിന്റെ കൊച്ചുമോള് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ വില കളയാൻ വേണ്ടി എന്നുള്ള രീതിയിലായിരിക്കും പറയാ. വലിയ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ഓരോ അതെ കാര്യങ്ങളും അതെ അതെ അത്ര സൂക്ഷ്മമായി അതെ നമ്മൾ പാടുകയാണെങ്കിലും ചെയ്യുന്നതും അല്ലേ, പലയിടത്തും ചെല്ലുമ്പോ ആ ഒരു തീർച്ചയായിട്ടും. മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള പാട് തന്നെയാണ്. അതെ അതെ അതാണ്. പിന്നെ എനിക്ക് തോന്നാറുണ്ട് നമുക്ക് ഇപ്പൊ കുറെ പേർക്ക് ഒരു വിചാരമുണ്ട്. അതിപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല, എന്റെ മാത്രം കാര്യമല്ല ഞാൻ പറയണേ. ഇപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഈ ഫീൽഡിലേക്ക് വന്ന പലർക്കും, ഇപ്പൊ ഒരു സിംഗേഴ്സിന്റെ മക്കളോ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഫിലിം സ്റ്റാർസിന്റെ ആണെങ്കിൽ അങ്ങനെയുള്ളവരുടെ മക്കളൊക്കെ അങ്ങനെ ഫീൽഡിലേക്ക് വരുമ്പോ കുറെ പേര് ഈ സാധാരണ ആൾക്കാർ, ഇപ്പൊ ഞാനാണെങ്കിലും ചിലപ്പോൾ നമ്മളായിരിക്കും വിചാരിച്ചു പോകും അവർക്കെല്ലാം ഈസിയാണ് ചാൻസ് കിട്ടാൻ എന്ന്, വളരെ എളുപ്പമാണ്. കാരണം ഇങ്ങനെ അപ്പോ ആ ഒരു വിചാരം എന്റെ ഇതിലും കുറച്ചു പേർക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കഷ്ടപ്പെട്ട് നമ്മുടെ ഇപ്പോ പാട്ട് പാടി നമ്മുടെ കഴിവ് കണ്ട ഒരാൾ വിളിച്ചാലും ഉണ്ണിക്കുറുപ്പിന്റെ കൊച്ചുമോളല്ലേ, അപ്പൊ പിന്നെ ആ രീതിയിൽ ഇപ്പൊ എന്നോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഇൻഡയറക്ട്ലി അങ്ങനെ നമ്മളങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം വരും. നമ്മളൊരു സിംഗർ ആണ്, ആ ഒരു ഇതില് നമുക്കൊരു അംഗീകാരം വേണല്ലോ. അപ്പൊ അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ ഇതുകൊണ്ടല്ല, എനിക്ക് കഴിവുണ്ട് അത് കാണിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാനിപ്പോ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, ഇപ്പം ONV സാർ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തില് ഉറപ്പായിട്ടും പാട്ടുകൾ അപർണ പാടുമ്പോൾ ഇത് നല്ലതാണ് അത് അങ്ങനെയാണെന്ന് പറയായിരിക്കും. പക്ഷെ കിട്ടിയിട്ടുള്ള ഒരു നല്ലൊരു ക്രിറ്റിസിസം, അത് പിന്നെ ഭാവിയിൽ മുത്തശ്ശന്റെ കിട്ടിയ ഒരു ക്രിറ്റിസിസം, പിന്നെ അത് ഭാവിയിൽ അത് കറക്റ്റ് ചെയ്യുകയും അതൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം ഉണ്ട്? മുത്തശ്ശൻ എന്റെ പാട്ടുകളിലെല്ലാം, പാട്ടെന്ന് മാത്രമല്ല ഇപ്പൊ എന്റെ കാര്യത്തിലെല്ലാം ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ പാട്ട് ഇപ്പൊ ഞാൻ ഏത് ചെറിയ ഇപ്പൊ ഒരു ആൽബത്തിന്റെയോ അല്ലെങ്കിൽ എന്തായാലും ഒരു റെക്കോർഡിങ് കഴിഞ്ഞ് വരുമ്പോ മുത്തശ്ശൻ അത് എപ്പോഴും കേൾക്കണം. അപ്പൊ റഫ് ആയിട്ടുള്ള ഒരു വേർഷൻ നമ്മൾ അത് എപ്പോഴും സ്റ്റുഡിയോന്ന് റെക്കോർഡ് ചെയ്തിട്ട് വന്ന് കേൾപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ തന്നെ കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും മുത്തശ്ശൻ കേൾക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പാട്ടിന്റെ സംഗീതത്തിന്റെ അല്ല, മെയിൻ ആയിട്ട് ഈ അക്ഷരം ശരിയായിട്ടുണ്ടോ. മുത്തശ്ശനും അതൊരു ടെൻഷനാണ്, ഞാനിങ്ങനെ എന്തെങ്കിലും തെറ്റിക്കരുത് എന്നുള്ളത് മുത്തശ്ശനും ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ
എല്ലാം വളരെ ശ്രദ്ധിച്ച് കേട്ടപ്പോ എന്തെങ്കിലും ചെറിയ ഞാൻ ഉച്ചരിച്ചാൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ വരുമ്പോ അത് അപ്പൊ തന്നെ പറഞ്ഞു പിന്നെ നമ്മൾ ഒന്നും കൂടി പോയി തിരുത്തി ചെയ്തിട്ടുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എപ്പോഴും ഞാൻ എന്താ പറയാ മനസ്സിൽ വെക്കുന്നത് പാട്ടില് മുത്തശ്ശൻ പറയും സംഗീതത്തിന്റെ ഇതില് വാക്കുകളുടെ അർത്ഥം സംഗീതത്തിൽ മുങ്ങിപ്പോരുത്. വാക്കുകളുടെ അർത്ഥം എന്താണോ എന്നുള്ളത് നമ്മൾ പാട്ട് പാടുമ്പോഴും ആൾക്കാർക്ക് കിട്ടണം. ആ ഒരു സംഗീതം കൊണ്ട് അതിലെ മൂടി വാക്കുകളുടെ അർത്ഥം ആൾക്കാരിലേക്ക് കിട്ടാതാവരുത് എന്നുള്ളത് മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എപ്പോഴും അതങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. എന്റെ മനസ്സിൽ ഞാൻ അത് വെക്കാറുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു അപർണയ്ക്ക് മാത്രമല്ല ഒരുവിധം എല്ലാ സിംഗേഴ്സിനും പറ്റുന്ന നല്ലൊരു അഡ്വൈസ് ആണ് അല്ലെ, അങ്ങനെ പറഞ്ഞ വാക്കുകളുടെ അതെ, അർത്ഥം അതെ. മാത്രമല്ലേ. അതെ, നമ്മളിപ്പോ വാക്കുകളുടെ ആ അർത്ഥം നമ്മള് എന്താണോ പാടുന്നത് എന്നുള്ളത് ഇപ്പൊ സംഗീതത്തിൽ ഇപ്പൊ ഒരുപാട് സംഗീതം കൊണ്ട് അതിനെ അങ്ങ് മൂടിയിട്ടെ എന്താണ് വാക്ക് എന്നുള്ളത് അറിയാതെ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു അതിൽ കൊടുക്കേണ്ട ഭാവം സ്ട്രെസ് ഇപ്പൊ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില അതാണ് ഒരു അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നത് കവിയും കൂടെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു ആ സ്ട്രെസ് അല്ലേ. അതാണ്. അതെ, എഴുതുമ്പോ അതുകൊണ്ടാണ് ആ മുത്തശ്ശനോട് ഒരു പറയുന്നത്. മീനിങ്ങോട് കൂടി പാടണം, എന്നാലേ ആ പാട്ടിന്റെ ഭംഗി അതെ, വരുള്ളൂ എന്നുള്ളത്. ദാറ്റ് ഇസ് ലൈക്ക് അതെ. ഇപ്പൊ കവിതയൊക്കെ ചൊല്ലുമ്പോ ഓണസ്റ്റ്. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അതെ, അതെ, അതെ. കവിതയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേറെ കാര്യം ചോദിക്കാണ്ട്. ഇതെന്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ തരുന്നത്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മളെല്ലാവരും സ്കൂളുകളിൽ മലയാളം പഠിക്കുമ്പോൾ ഒ.എൻ.വി. സാറിന്റെ കവിതകൾ പഠിക്കാറുണ്ട്. അപർണയ്ക്ക് ചെറുപ്പത്തിൽ ഇതുപോലെ കവിതയൊക്കെ പഠിക്കുമ്പോൾ ഇത് എന്റെ മുത്തശ്ശന്റെ കവിതയാണ് എന്ന ആ ഒരു ഫീലിംഗ് കൊണ്ട് എങ്ങനെയായിരുന്നു അപ്പൊ അതൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്? ശരിക്കും പറഞ്ഞാല് തീർച്ചയായിട്ടും അതൊരു ഭയങ്കര അഭിമാനമാണ്. പക്ഷെ എനിക്ക് ചെറിയ ആ ഒരു പ്രായമല്ലേ, അപ്പൊ ഒരു ചെറിയൊരു പ്രായത്തിലൊക്കെ ശരിക്കും നമ്മൾക്ക് മുത്തശ്ശന്റെ ആ ഒരു എന്താണോ ആ ഒരു മഹത്വം അതൊന്നും നമുക്ക് അങ്ങനെ അറിയാറായിട്ടില്ല. ഞാൻ എന്റെ മുത്തശ്ശൻ എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും കാണുന്നത്. അപ്പോ കവിതകളൊക്കെ ഇതേപോലെ മലയാളം ടീച്ചേഴ്സിന് നമ്മളോട് ഭയങ്കര വാത്സല്യമായിരിക്കും. വാത്സല്യമായിരുന്നു, അങ്ങനെ കാണിക്കാറുണ്ട്. പിന്നെ അതെ. പിന്നെ കൊച്ചുപിള്ളേരായതുകൊണ്ട് അതെ, അതെ. പിന്നെ ഈ പഠിപ്പിക്കുമ്പോ മുത്തശ്ശന്റെ കവിതകളൊക്കെ വന്ന് തുടങ്ങിയപ്പോ പിന്നെ പിന്നെ മനസ്സിലാക്കാൻ തുടങ്ങി മുത്തശ്ശൻ എന്താണ് ഇപ്പൊ മുത്തശ്ശൻ എന്നുള്ളതല്ല, മുത്തശ്ശൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ കാണാം. കുട്ടിയാവുമ്പോ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ എന്താണ് എഴുതുന്നത് എന്താണെന്നൊന്നും അങ്ങനെ ആലോചിക്കാനുള്ള ഒരു ഏജ് ആയിട്ടില്ല. പിന്നെ അങ്ങനെയൊക്കെ കവിതകളൊക്കെ പഠിക്കാൻ വന്നപ്പോ തീർച്ചയായിട്ടും ഭയങ്കര ഒരു നമുക്ക് അഭിമാനമാണ്, സന്തോഷമാണ്. പക്ഷെ അന്ന് അത് അത്രയും ഒരു അഭിമാനവും സന്തോഷവും നമുക്ക് ഇന്നിപ്പോ ആലോചിക്കുമ്പോ ഉള്ള പോലെ അപ്പൊ ഉണ്ടാവണമെന്നില്ല. കാരണം പിന്നെ നമ്മൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ആലോചിക്കുമ്പോഴാണ് അയ്യോ എന്തൊരു വലിയ ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോ ഇപ്പോഴൊന്നല്ല, കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് നമുക്കത് ആലോചിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ സമയത്ത് എനിക്ക് കൂടുതലും അയ്യോ മുത്തശ്ശന്റെ കവിത ആവുമ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നോടായിരിക്കുമല്ലോ എന്നുള്ള ടെൻഷനാണ് അപ്പൊ കൂടുതല്. മലയാളം ടീച്ചേഴ്സിനൊക്കെ ക്ലാസ്സിലെ ആദ്യം അതെ മുത്തശ്ശന്റെ കവിത ആവുമ്പോ ഒന്നും തെറ്റിക്കാനും പറ്റില്ല, തെറ്റിയ നാണക്കേടല്ലേ. ഒന്നും ചോദിച്ചാൽ അത് കറക്റ്റ് പറയണം. പിന്നെ ചില ടീച്ചേഴ്സ് അതെ. പിന്നെ ചില ടീച്ചേഴ്സ് ഇങ്ങനെ എനിക്കറിയില്ല, ഞാൻ കവിത ജസ്റ്റ് പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു ടീച്ചർ, എന്തായിരിക്കും അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, കവി എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ എന്നോട്. ഞാൻ അയ്യോ അങ്ങനെയൊക്കെ വീട്ടിൽ പോയി കവിയോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചിട്ട് ഒന്ന് പറയാം. കവിതയെ കുറിച്ച് പറഞ്ഞില്ല. ഒരു ഏതെങ്കിലും മുത്തശ്ശന്റെ ഒരു 2 വരി കവിത ചൊല്ലോ. ഞാന് ആദ്യമായിട്ട് മുത്തശ്ശന്റെ കവിത ഒരെണ്ണം ചൊല്ലുന്നത് സ്റ്റേജില് 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സ്കൂളില് ഒരു സ്റ്റേജിൽ ചൊല്ലുന്നത് കവിത കുഞ്ഞേടത്തി എന്നുള്ള കവിതയാണ്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ഒരു കവിതയാണ് എന്റെ മനസ്സിലാകുന്നത്. അപ്പൊ അതിന് കുറച്ച് പേര് ചൊല്ലാം. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം, കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം, പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്തുപൊട്ടും, ഈറൻ മുടിയിലെള്ളെണ്ണ മണം, ചില നേരം ആ തുമ്പത്തൊരു പൂവും, കയ്യിലൊരൊറ്റ കുപ്പിവള, മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ, മടിയിലിരുത്തിട്ടും മാറോടു ചേർത്തിട്ടും മണിമണി പോലെ കഥ പറയും, ആനയുടെ മയിലിന്റെ ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും, കുഞ്ഞേടുത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം.
ഇങ്ങനെ. ഓ അടിപൊളി. കവിതയ്ക്കും ഇത്രയും ഒരു സുഖമുണ്ട് കേൾക്കാൻ. ഇപ്പൊ അപർണ ആ ഒരു രചിച്ചപ്പോഴാണ് താങ്ക് യു. ആക്ച്വലി അയ്യോ, നമുക്ക് തോന്നുന്നത് കേട്ടോ. താങ്ക് ഇപ്പൊ യു അത് സോ അത് മച്ച്. പറഞ്ഞപ്പോ കവിതകള്, പിന്നെ എനിക്ക് തോന്നുന്നു അപർണയ്ക്ക് കച്ചേരി അതുപോലെയുള്ളതൊക്കെ പാടി എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഗസൽ പാട്ടിനോട് ഇഷ്ടമാണ്. ഗസൽസ് കോൺസെർട്സ് ഞാൻ കുറച്ച് ഇപ്പൊ ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സൂര്യ ഫെസ്റ്റിവൽ, സ്വരലയ ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഒരു 3-4 പ്രാവശ്യം അങ്ങനെ ഗസൽ കോൺസെർട്സ് ചെയ്യാനുള്ള ഒരു വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കച്ചേരി, പ്രോപ്പർ കച്ചേരി ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഒരു സെമി ക്ലാസിക്കൽ ഭജൻസ് ആ രീതിയിൽ അമ്പലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതെ. ഏത് ജോണർ ഓഫ് മ്യൂസിക് ആണ് കൂടുതൽ താല്പര്യം പാടാൻ? എനിക്ക് പേഴ്സണലി ശരിക്കും എനിക്ക് മെലഡീസ് എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെലഡീസ് പാടാനാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ നമ്മള് വളരെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ്, ഇപ്പൊ ഒരു അല്ലെങ്കിൽ ഒരു പിയാനോ അല്ലെങ്കിൽ ഗിറ്റാറോ അല്ലെങ്കിൽ ഒരു ഹാർമോണിയം, അങ്ങനെ ഒരു വളരെ 2-3 ഇൻസ്ട്രുമെന്റ്സ് മാത്രം വെച്ച് നമ്മള് ആ ഒരു മൂഡിൽ ഇങ്ങനെ മെലഡീസ് പാടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില സ്റ്റേജസിൽ നമുക്ക് അങ്ങനെ അൺപ്ലഗ്ഡ് വേർഷൻ പോലെ അങ്ങനെയാണ്. അൺപ്ലഗ്ഡ് ആയിട്ടുള്ള വളരെ ഒരു ആ ഒരു മൂഡായിരിക്കും അവർക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആ പ്രോഗ്രാംസ് ചെയ്യാനാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഒരു മനസ്സിൽ കൂടുതൽ സന്തോഷം അങ്ങനത്തെ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ വരാറുണ്ട്. പക്ഷെ നമ്മളിപ്പോ അല്ലാതെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എല്ലാം പാടേണ്ടി വരുമല്ലോ. ഇപ്പൊ ഫാസ്റ്റ് എല്ലാം അങ്ങനെ പാടും. പക്ഷെ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഇഷ്ടം. മെലഡീസ് ആണ് ഇഷ്ടം. ഇപ്പം അപ്പനെ സംബന്ധിച്ചപ്പോ ഒരു പാട്ടുകാരി എന്നില്ല, അപ്പനക്ക് എന്താ പറയാ, ഒരു വലിയൊരു ആഗ്രഹം കാണുമല്ലോ, ഇങ്ങനെ ആവണം, ഇല്ലെങ്കിൽ എന്താണ് അപർണയുടെ ഒരു പാട്ടുകാരി എന്ന രീതിയിലൊരു ആഗ്രഹം എന്താണ്? പാട്ടുകാരി എന്നുള്ള രീതിയിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക, നമ്മുടെ പാട്ട് കൂടുതൽ ആൾക്കാരെ അറിയണം, നമ്മളെ ഒരു നല്ല ഗായികയായിട്ട് ആൾക്കാരെല്ലാരും അംഗീകരിക്കണം. നമ്മള് എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എന്താണോ ഞാൻ ഡിസേർവ് ചെയ്യുന്നത് അത് എനിക്ക് വേണം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. അപ്പോ അങ്ങനെ. പാട്ട് കഴിവില്ലായിരുന്നു, പാട്ട് പാടാൻ കഴിവില്ലായിരുന്നു, വേറെ എന്താകുമായിരുന്നു? എന്നൊക്കെ എന്തായിരുന്നു വേറൊരു കരിയർ പാത്തെന്ന് ആലോചിച്ചിട്ടില്ല? എനിക്കല്ല, ഞാന് അത് അല്ല, ഞാൻ ബികോം ആണ് ചെയ്തത്. ബികോം ചെയ്ത് MBA ആയിരുന്നു. അപ്പൊ MBA ചെയ്ത് കഴിഞ്ഞ് ഞാൻ ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിട്ട് ഒരു IT കമ്പനിയിൽ HR-ലായിരുന്നു. അപ്പോ ആ സമയത്തൊക്കെ ഞാൻ ഈ പാട്ട് ഇങ്ങനെ സൈഡിൽ കൂടി കൊണ്ടുപോകാൻ വർക്ക് ചെയ്തിട്ട് ആ ഒരു എനിക്ക് എപ്പോഴും എനിക്ക് ആ ഒരു സമയത്ത് ഈ പാട്ട് ഫുൾ ടൈം കരിയർ എടുക്കാൻ എനിക്കൊരു ടെൻഷൻ അല്ല, ഒരു എന്ന് വെച്ചാൽ നമുക്കൊരു ഫിനാൻഷ്യൽ നമുക്കൊരു സെക്യൂരിറ്റി ഒരു കുഴപ്പം ഈ ആർട്ടിസ്റ്റിന് എല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാവർക്കും ഉള്ളതാണ്. കാരണം നമുക്കിപ്പോ ഒരു മന്ത്ലി നമുക്കൊരു ഫിക്സഡ് ഇൻകം അല്ലല്ലോ, ഓരോ മാസവും നമുക്ക് പരിപാടികളും എല്ലാം അനുസരിച്ചിരിക്കും നമ്മുടെ റെക്കോർഡിങ്സ് എല്ലാം. അപ്പൊ ചിലപ്പോ ഒരു അതെപ്പോഴും സമയത്ത് എനിക്കിങ്ങനെ എന്റെ ഒത്തിരി മനസ്സിലുണ്ട്. പ്രോഗ്രാംസ് കാണും, ചില സമയത്ത് ആ ചില കാണത്തില്ല. സമയത്ത് ചിലപ്പോ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു മാസം. അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്കതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതെപ്പോഴും എനിക്ക് ഈ ഫീൽഡിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ എനിക്ക് എപ്പോഴും എന്നെ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ വലിച്ചിരുന്ന ഒരു കാര്യം അതാണ്. നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ ഇല്ലയോ, പരിപാടി കിട്ടുമോ, അങ്ങനെ ഒരു ടെൻഷനാണ്. അപ്പൊ എനിക്ക് ആ ടെൻഷൻ എടുക്കണ്ട, ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു ജോലി ഉണ്ടായിട്ട് അതിന്റെ കൂടെ പാട്ട് കൊണ്ടുപോകാന്നായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ ഈ ജോലി ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കാൻ തുടങ്ങി. എനിക്കത് ഒട്ടും ഒരു സന്തോഷമില്ല. അപ്പോ അത് കഴിഞ്ഞാണ് അപ്പോഴാണ് കല്യാണം കഴിഞ്ഞ് ഡൽഹി അങ്ങനെ പിന്നെ മസ്കറ്റും അങ്ങനെയൊക്കെ. പക്ഷെ അപ്പോഴൊന്നും ഞാൻ പിന്നെ ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ല, മോനായി അങ്ങനെ. പക്ഷെ ആ സമയത്താണ് അപ്പോഴും പാട്ട് പാടുന്നുണ്ട്, റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഇതേപോലെ മസ്കറ്റിൽ വെച്ച് ഉണ്ടായിരുന്നപ്പോ ഒരു സിനിമയിലെ ഒരു റെക്കോർഡിങ്ങിന് ഇവിടെ നാട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷം എന്തോ കഴിഞ്ഞിട്ടാണ്, 1.5 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ഒരു സിനിമയിലേക്ക് ഒരു അവസരം വന്നത്, ഞാൻ മസ്കറ്റിലേക്ക് മാറിക്കഴിഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ആ റെക്കോർഡിങ്ങിന് പോയത്. അപ്പോ ശരിക്കും ഞാൻ വിചാരിച്ചു ഈ ഒരു സന്തോഷം നമുക്ക് വേറെ എവിടെയും, ഞാൻ ഒരു ഓഫീസിൽ ഒരു ജോലി ചെയ്താലും എനിക്ക് കിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ ആ റിസ്ക് എടുക്കാം, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്തായാലും. അങ്ങനെയാണ് ശരിക്കും ഇത് കരിയറിൽ വന്നത്. അപ്പം അപർണ പറഞ്ഞായിരുന്നു ആ ഒരു എന്താ പറയാ, ബ്രേക്ക് എടുത്ത് വേണം വിചാരിച്ചില്ല, പിന്നെയാണ് ആ ഒരു ഉൾവിളി വന്നതും തിരിച്ച് സിനിമയിലേക്ക് 2014 ആയപ്പോൾ തിരിച്ച് സിനിമയിൽ പാടാൻ വന്നതും. അങ്ങനെ കുറെ ഫുക്രി, കുറെ സിനിമകളിൽ പാടി. വേറെ ലാംഗ്വേജിലും പാടിയിട്ടുണ്ടോ അതോ ജസ്റ്റ് മലയാളം മാത്രമാണോ? ഞാന് ഒരു തമിഴില് പാടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഡെബ്യൂ ഒരു ഡ്യുവറ്റ് സോങ് ആയിരുന്നു കപിലിന്റെ കൂടെ, സിക്കാഡ എന്നിട്ടുള്ള ഒരു മൂവിയിൽ. അത് മലയാളം, തമിഴ്, തെലുഗു, കന്നഡ അങ്ങനെ 4 ലാംഗ്വേജസിലും. പക്ഷെ ഡബ്ഡ് വേർഷൻ അല്ല, ഓരോന്നിലും സെപ്പറേറ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു മൾട്ടിലിംഗ്വൽ ആയിരുന്നു. അപ്പൊ അതിനകത്ത് തമിഴിൽ അങ്ങനെ പാടി.
പിന്നെ തെലുഗു ഒരെണ്ണം പാടി വെച്ചിട്ടുണ്ട്. അതിന്റെ ഷൂട്ട് അങ്ങനെയൊക്കെ നടക്കുന്നേ ഉള്ളൂ. അതിന്റെ ഒന്നും തെലുഗുവിന്റെ ആയിട്ടില്ല. അത് എന്താ ലാംഗ്വേജ്, അതൊരു ബാരിയർ ആയിരിക്കോ? വേറെ ഇത് ലാംഗ്വേജിൽ പാടുമ്പോൾ നമ്മൾ മലയാളം മാത്രം പറയുമ്പോഴേ. അതെ അതെ, അത് നമുക്ക് എപ്പോഴും നമുക്കതൊരു ചലഞ്ച് തന്നെയാണ്. കാരണം വേർഡ്സ് പ്രൊണൗൺസിയേഷൻ നമുക്ക്, പ്രത്യേകിച്ച് തമിഴിനെക്കാട്ടിലും എനിക്ക് തെലുഗു പാടിയപ്പോ തമിഴ് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ തെലുഗു കുറെ പ്രൊണൗൺസിയേഷൻസ് ആക്ച്വലി മലയാളം ഇതായിട്ട് ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് ഇപ്പൊ നമ്മൾ വിചാരിക്കും എന്തായിരുന്നു നമ്മൾ പറഞ്ഞതിൽ ഇപ്പൊ എന്തായിരുന്നു തെറ്റ്, അതന്നെയല്ലേ നമ്മൾ പറഞ്ഞത് നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും. പക്ഷെ അതല്ല, ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. തെലുഗുവിൽ എനിക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു, കുറച്ചും കൂടി എനിക്ക് പാടായിരുന്നു. തോന്നുന്നു ഒരു ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടങ് ട്വിസ്റ്റിംഗ് ലാംഗ്വേജ് മലയാളം. അപ്പം മലയാളത്തിൽ പാടി ശീലമുള്ള ആളുകൾക്ക് പൊതുവെ എല്ലാ ലാംഗ്വേജും ഒരു കുറച്ചുകൂടി ഒരു കേക്ക് വാക്ക് ആയിരിക്കും. കാരണം നമ്മൾ ഈ ശ്രേയ ഘോഷലിന്റെയൊക്കെ കാര്യം പറയാറുണ്ട്, ഹിന്ദിയിലൊക്കെ അതെ 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 എങ്ങനെയാണ് തമിഴും മലയാളമൊക്കെ ഇങ്ങനെ റായും വായൊക്കെ അവർക്ക് വായിൽ എങ്ങനെ അതെ വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ അതെ അതെ, അതൊരു ഭയങ്കര അതൊരു ബോൺ ടാലന്റ് ആണെന്ന് തോന്നി. ഏത് ഭാഷയിലും ശരിക്കും. നല്ല ഈസി ആയിട്ട് പാടാൻ സാധിക്കും എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രത്യേക ടാലന്റ് തന്നെയാണ് അല്ലെ. അപ്പൊ ഈ ഒരു അതെ അതെ ന്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മാളികപ്പുറത്തിലെ ആ പാട്ട്, അപർണനെ ഇപ്പൊ ആ ഇത്രയും ഫേമസ് ആയിട്ട് ആക്കിയ ആ ഒരു പോപ്പുലർ സോങ്, അതിന്റെ ഒരു രണ്ടുപേര് പറഞ്ഞു. ശരി. മ്യൂസിക് രഞ്ജിൻ രാജാണ്. ലിറിക്സ് ചെയ്തിരിക്കുന്നത് ഹരിനാരായണൻ ചേട്ടനായിരുന്നു. അപ്പൊ അതൊരു രണ്ടുപേര് പാടാം. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിന്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാനരികെ, നങ്ങിലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പൂവണ്ടേ, ചങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ. ഓ, അടിപൊളി അടിപൊളി. ഇനി ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ. അപ്പൻ്റെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞു. എനിക്കൊന്നും അപ്പനൊക്കെ ഒരു ചെറിയ ടൊറോണ്ടോ കണക്ഷൻ ഇല്ലേ ഹസ്ബൻഡിന്റെ സൈഡിൽ? അതെ അതെ. ഹസ്ബൻഡ് പേര് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് ആക്ച്വലി കാനഡയില്, മസ്കറ്റിലും കാനഡയിലൊക്കെ ആയിട്ടാണ് പഠിച്ചതൊക്കെ. സിദ്ധാർത്ഥിന്റെ അമ്മയും അച്ഛനും കുറെ വർഷം അവിടെയായിരുന്നു. ഇപ്പൊ ജസ്റ്റ് കുറച്ച് വർഷമായി, മീൻ ഒരു 2-3 വർഷമായിട്ടുള്ളൂ തിരിച്ച് നാട്ടിലേക്കൊക്കെ വന്നിട്ട്. പിന്നെ രണ്ട് കുട്ടികളാണ് എനിക്ക്. മോൻ പേര് ഗൗതം, മോള് ലയ. മോൻ 7th പഠിക്കുന്നു, മോള് KG 2-ല്. പിന്നെ അമ്മ അച്ഛൻ, അച്ഛൻ രാജീവ്, അമ്മ ദേവിക. അച്ഛൻ റെയിൽവേസിലായിരുന്നു, റിട്ടയർ ചെയ്തു. പാട്ട് അറിയാം മേക്കയ്ക്ക്. അമ്മ ദേവിക, അമ്മ മുത്തൂറ്റിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ അച്ഛമ്മ, അങ്ങനെ സരോജിനി. ഫുൾ ഫാമിലി. ഇടയ്ക്ക് ടൊറോണ്ടോയിൽ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ, ഈ ഇടയ്ക്കെങ്ങാണ്ട്? ടൊറന്റോയില് വിസിറ്റ് ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് വർഷമായി വന്നിട്ടുണ്ട്. ഇപ്പം അപർണനെ എനിക്ക് അറിയാവുന്ന അപർണ ഭയങ്കര ഇപ്പൊ ഇവിടെ സോഫ്റ്റ്, തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപർണ ഭയങ്കര പക്ഷെ സോഫ്റ്റ് സ്പോക്കൺ ആണ്, ഭയങ്കര കാം ക്വയറ്റ്. എനിക്കറിയത്തില്ല വീട്ടിൽ അങ്ങനെയാണോ എന്ന് അറിയില്ല. പക്ഷെ ഞാനൊരു അല്ല അല്ല, റീഫ്രേസ് ചെയ്ത് വീട്ടിലല്ല. ചോദിക്കാം, ഒരു സ്ട്രിക്റ്റ് അമ്മയാണോ അതോ ഒരു നല്ല പാട്ടുകാരിയാണോ? ഏതായിരിക്കും ബാലൻസ്ഡ്? അത് ശരിക്കും മോനോ അല്ലെങ്കിൽ മോളോട് ചോദിക്കുന്നതായിരിക്കും കൂടുതൽ. പക്ഷെ സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും അല്ല. പക്ഷെ എന്നാലും ആവശ്യത്തിന് ഞാൻ സ്ട്രിക്റ്റ് ആണ്. എനിക്കും അറിയാം. ഞാൻ അങ്ങനെ അത്യാവശ്യത്തിന് നമുക്കിപ്പോ അങ്ങനെ കുറച്ചൊക്കെ നമ്മള് ഒട്ടും സ്ട്രിക്റ്റ് ആവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ്. ഭയങ്കര സ്ട്രിക്റ്റ് എന്നല്ല, പക്ഷെ അത്യാവശ്യത്തിനൊക്കെ സ്ട്രിക്റ്റ് ആണ്. പിന്നെ രണ്ടുമാണ്. ഇപ്പൊ നല്ല പാട്ടുകാരിയും അമ്മ, രണ്ടും കൂടി നമുക്കൊരു ബാലൻസ് വേണമല്ലോ. അപ്പൊ ആ ഒരു ഇത് തന്നെയാണ്. ഇതിൽ പോണം. അപ്പൊ ഏതാണ് എന്തായാലും കൂടുതൽ അങ്ങനെ അറിയില്ല. അപ്പം എന്തായാലും അപർണയുടെ ആഗ്രഹം പോലെ തന്നെ നല്ല നല്ല പാട്ടുകൾ ഇനി പാടാനും അവാർഡുകൾ കിട്ടാനും എല്ലാവരും അറിയുന്ന ഒരു പോപ്പുലർ പാട്ടുകാരി ആവാൻ സാധിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ മാതൃകയും താങ്ക് യു സോ മച്ച് മേഘ. സോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിനും താങ്ക് യു വെരി മച്ച്. ഇറ്റ് വാസ് ലൈക്ക് എ റിയൽ പ്ലഷർ ടു ഹാവ് യു ഹിയർ. ആൻഡ് നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ സാധിച്ചു. അപ്പം ഇനിയും നമുക്ക് തുടർന്നും പല പല പ്രോഗ്രാമിലൂടെ കാണാം. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക് യു മേഘ. എനിക്ക് ഒരുപാട് സന്തോഷം. മേഘനെ നമ്മളിപ്പോ ഇതേപോലെ കുറെ വർഷമായി കണ്ടിട്ട്. അപ്പൊ ഒരു
വളരെ ഒരു കാഷ്വൽ, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ നല്ല ക്വസ്റ്റ്യൻസും എല്ലാം ആയിട്ട്. അപ്പൊ നമ്മുടെ സമയം പോയത് അറിഞ്ഞില്ല. നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. അപ്പൊ എനിക്കും ഇറ്റ് വാസ് മൈ പ്ലഷർ. അപ്പൊ താങ്ക് യു സോ മച്ച്. Alright. So thank you and take care. ടേക്ക് കെയർ. താങ്ക് യു. ബൈ. Bye.